ഇന്ന് നാം ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അതിരാവിലെ ഹോട്ടലിൽ നിന്നും പുറപ്പെട്ട് റോമിലെ മനോഹരമായ കാഴ്ചകൾ കാണാൻ നാം സഹയാത്രികർക്കൊപ്പം ബസ്സിലിരുന്ന് നമ്മുടെ യാത്രാ ലക്ഷ്യമായ റോമിനെ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ ബസ്സിലിരുന്ന് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കാണുമ്പോൾ റോമിന്റെ ചരിത്ര പ്രാധാന്യവുമൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ഇറ്റലിയുടെ തലസ്ഥാനവും അവിടുത്തെ ഏറ്റവും വലിയ നഗരവുമാണ് റോം. ടൈബർ നദിയുടെ തീരത്താണ് ഈ പുരാതന നഗരം സ്ഥിതി ചെയ്യുന്നത്. പാശ്ചാത്യ നാഗരികതയുടെയും ക്രിസ്ത്യൻ സംസ്കാരത്തിന്റെയും പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായാണ് റോം ഇന്നും കണക്കാക്കപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായ വത്തിക്കാൻ സിറ്റി റോമിന്റെ നഗരാതിർത്തിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്വതന്ത്ര കൊച്ചു രാജ്യമാണ്. 1285.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള നഗരപ്രദേശമാണ് റോമിനുള്ളത്. റോമ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ ലോകത്തിന്റെ തലസ്ഥാനം എന്നാണ് റോം അറിയപ്പെട്ടിരുന്നത്. റോമിലെ 7 കുന്നുകളെ അടിസ്ഥാനമാക്കി ഈ നഗരം 7 കുന്നുകളുടെ നഗരം എന്നും അറിയപ്പെടുന്നു. BC 27 മുതൽ AD 1453 വരെ നിലനിന്നിരുന്ന റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു റോം. റോമ സാമ്രാജ്യം യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ എന്നീ ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചു കിടന്നിരുന്ന ഒരു മഹാസാമ്രാജ്യമായിരുന്നു. ക്രിസ്തുമതത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണ് റോം. റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതുവരെ റോമാക്കാർ ബഹുദൈവ വിശ്വാസികളായിരുന്നു എന്നതാണ് ചരിത്രം. റോമിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ കൊളോസിയം 50,000-ലേറെ കാണികളെ ഉൾക്കൊള്ളുമായിരുന്ന ഒരു പോരങ്കണമായിരുന്നു. ഈ പോരങ്കണം കാണാനാണ് നാം ഇന്ന് ആദ്യമായി അവിടേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഗ്ലാഡിയേറ്റർമാർ തമ്മിലുള്ള മല്ലയുദ്ധങ്ങൾ നടന്നിരുന്നു. സിമന്റും കല്ലുകളും ഉപയോഗിച്ചുള്ള നിർമ്മാണ രീതിയാണ് പുരാതന റോമൻ വാസ്തുവിദ്യയുടെ പ്രത്യേകത. ലോകത്തിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് താഴിക കുടങ്ങളിലൊന്നാണ് റോമിലെ പാന്തിയോൺ ക്ഷേത്രം. ഏറ്റവും മികച്ച രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള പുരാതന റോമൻ കെട്ടിടങ്ങളിൽ ഒന്നുകൂടിയാണ് ഇത്. റോമൻ സാമ്രാജ്യത്തിൽ നിരവധി അക്വാഡക്റ്റുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. റോം നഗരത്തിൽ മാത്രം 11ഓളം അക്വാഡക്റ്റുകൾ ഉണ്ടായിരുന്നു. അതാണ് റോമ നഗരത്തിന് ആകെ ജലവിതരണ സ്രോതസ്സായി പ്രവർത്തിച്ചിരുന്നത്. റോമ സാമ്രാജ്യത്തിന്റെ ആദ്യ ചക്രവർത്തിയായ അഗസ്റ്റസ് സീസറിന്റെ കാലത്താണ് യേശു ജനിച്ചത്. തിബേരിയോസിന്റെ കാലത്ത് അദ്ദേഹം സുവിശേഷം പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ അതിന് വളരെ കാലങ്ങൾക്ക് ശേഷം ആണ് ക്രിസ്തുമതം റോമിൽ പ്രചരിക്കുന്നത്. ഇതിന്റെ മുഖ്യ പങ്ക് വഹിച്ചത് വിശുദ്ധനായ പൗലോസാണ്. അദ്ദേഹം യേശുവിനെ കാണുകയോ സുവിശേഷം കേൾക്കുകയോ ചെയ്തിട്ടുള്ള ആൾ അല്ല. മറിച്ച് ആദ്യ കാലഘട്ടങ്ങളിൽ യേശുവിന്റെ ആദ്യ ശിഷ്യന്മാരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിബന്ധം സൃഷ്ടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്ത ഷൗൽ എന്ന ആളായിരുന്നു. പിന്നീട് പൗലോസ് എന്ന പേര് സ്വീകരിക്കുകയും ക്രിസ്തുമത പ്രചരണത്തിൽ അക്ഷീണം പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ ഷൗലായ പൗലോസ് ക്രിസ്തുമതത്തിന്റെ ഒരു നെടുന്തൂണായി മാറിയതായാണ് പിന്നീടുള്ള ചരിത്രം സുവിശേഷങ്ങളിൽ നിന്നും നാം വായിച്ചെടുക്കുന്നത്. അദ്ദേഹം റോമിലെ അടിമകളോട് സുവിശേഷം പറയുകയും അവരെ ക്രിസ്തുമതത്തിലേക്ക് ചേർക്കുകയും ചെയ്തു. താമസിയാതെ ക്രിസ്തുവിന് ശേഷമുള്ള 2 നൂറ്റാണ്ടുകളിൽ ക്രിസ്തുമതത്തിന് മറ്റെങ്ങുമില്ലാത്ത പ്രചാരം റോമിൽ ലഭിക്കുകയുണ്ടായി. റോമിലെ മറ്റു മതങ്ങൾ എല്ലാം ഒന്നെങ്കിൽ ക്രിസ്തുമതത്തിൽ ലയിക്കുകയോ നാമാവശേഷമാവുകയോ ചെയ്യുക ഉണ്ടായി. എന്നാൽ ചക്രവർത്തിമാർ വിരോധം മൂലം സഹിഷ്ണുത വരെ കാണിക്കുന്നവർ ഉണ്ടായിരുന്നു. ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്താണ്, അതായത് 303 ക്രിസ്ത്യാനികളെ കിരാതമായ പീഡനങ്ങൾക്ക് ഇരയാക്കി എന്നതാണ് ചരിത്രം. ഗ്രന്ഥങ്ങളും പള്ളികളും തീവച്ച് നശിപ്പിച്ചു. പലരെയും വധിക്കുകയും ചെയ്തു. എന്നാൽ ഇത് പ്രതീക്ഷിച്ച ഫലം കണ്ടില്ല. അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരിൽ പലരും ക്രിസ്ത്യാനികളായിരുന്നു എന്നതാണ് ഇതിനുള്ള പ്രധാന കാരണം. എന്നാൽ ഏറ്റവും വലിയ വഴിത്തിരിവായത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതത്തെ തന്റെ രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി സ്വീകരിച്ചതാണ്. അദ്ദേഹം തന്റെ സൈന്യത്തിന്റെ
കൊടിയിലും പരിചകളിലും കൈറോ ഒരു ചിഹ്നമായി സ്വീകരിച്ചു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ക്രിസ്തുമതം റോമിൽ ചിരപ്രതിഷ്ഠ നേടി റോമിൻ്റെ ഔദ്യോഗിക മതമായി ലോകമെങ്ങും പ്രചരിക്കുകയുണ്ടായി. ഇങ്ങനെ റോമിൻ്റെ ചരിത്രം ഓർത്തുകൊണ്ട് നാം ബസ്സിലിരുന്ന് സഞ്ചരിക്കുമ്പോൾ കൊളോസിയവും അതുപോലെ തന്നെ ചക്രവർത്തിയുടെ രാജകൊട്ടാരവും അതുപോലെ തന്നെ റോമിലെ ചത്തുരങ്ങളും മഹനീയമായ മറ്റനേകം നിർമ്മിതികളും നമുക്ക് കാണാനിടയായി. ഇങ്ങനെ റോമിലെ മഹനീയമായ കാഴ്ചകൾ കണ്ട് നാം സഞ്ചരിക്കുമ്പോൾ ഈ മനോഹരമായ കാഴ്ചകൾ ഓരോന്നും നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുമ്പോൾ നമുക്ക് എത്ര വലിയൊരു സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഈ റോം, എത്രയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു നഗരമായിരുന്നു ഈ റോം എന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം റോമിൻ്റെ നിർമ്മിതിയും റോമിൻ്റെ ചരിത്രവും റോമിൻ്റെ ചക്രവർത്തിമാരുടെ ചരിത്രവും അവരുടെ ക്രൂരവിനോദങ്ങളും ഈ റോമിനെ ഭരിച്ച നല്ലവരും ക്രൂരന്മാരുമായ ചക്രവർത്തിമാരും അവരുടെ ഭരണവും അവരുടെ ഭരണകാലത്ത് ക്രിസ്തുമതം അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളും ഒക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നതും മിന്നിമറിയുന്നതും. ഇങ്ങനെ വലിയൊരു ചരിത്രത്തിന് കളമൊരുക്കിയ ഒരു മഹാനഗരമാണ് ഈ റോം. ഇറ്റലിയുടെ തലസ്ഥാനം എന്നതിലുപരി അനേക മഹത്തായ നിർമ്മിതികളുടെയും തലസ്ഥാനം കൂടിയാണ് ഈ റോമ മഹാനഗരം. ഈ റോമ മഹാനഗരത്തിനുള്ളിലാണ് ക്രിസ്തുമതത്തിൻ്റെ തലസ്ഥാനമായ വത്തിക്കാൻ സിറ്റിയും പോപ്പിൻ്റെ ആസ്ഥാനവും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 108 കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ രാജ്യമാണ് വത്തിക്കാൻ സിറ്റി എന്ന് പറയുന്നത്. ഇവിടുത്തെ പരമാധികാരിയും അതുപോലെ തന്നെ ക്രിസ്തുമതത്തിൻ്റെ പരമോന്നത മേലധ്യക്ഷനുമായ പോപ്പാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഭരണാധികാരി. അങ്ങനെ ഈ മഹത്തരമായ ഈ റോമ എന്ന മഹാനഗരത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ഈ റോമ നഗരത്തിലെ അത്ഭുതകരമായ പല കാഴ്ചകളും കണ്ട് ഈ റോമ നഗരത്തിൻ്റെ ചരിത്രവും അതുപോലെ തന്നെ ഇവിടെയുള്ള മഹാസൃഷ്ടികളെയും ഒക്കെ കണ്ട് ഇവിടെ ഉറങ്ങുന്ന ചരിത്രവും കണ്ണീരണിയിക്കുന്ന കഥകളും ഒക്കെ ഓർത്തുകൊണ്ട് നാം റോമ നഗരത്തെ വലം വെച്ച് ഇവിടുത്തെ ഒത്തിരിയേറെ മനോഹരങ്ങളായ കാഴ്ചകൾ കണ്ട് വൈകുന്നേരത്തോടുകൂടി ഈ റോമ എന്ന മഹാനഗരത്തോട് വിട പറഞ്ഞ് ഹോട്ടലിലേക്ക് രാത്രി വിശ്രമത്തിനായി